ഹിന്ദു ഐക്യവേദി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുമ്പളയിൽ സംഘടിപ്പിച്ച ഹിന്ദുജന ജാഗ്രതാ സദസ്സ് എടനീർ മഠാധിപതി കേശവാനന്ദ ഭാരതി ഉദ്ഘാടനം ചെയ്തു. മംഗൽപാടി പഞ്ചായത്തിലെ ഹിന്ദു ന്യൂനപക്ഷ ഗ്രാമമായ വീരനഗറിന്റെ പേരുമാറ്റാനുള്ള ശ്രമം അംഗീകരിക്കാൻ പറ്റാത്തതാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. മംഗൽപാടി പഞ്ചായത്തിലെ ഹിന്ദു ന്യൂനപക്ഷ ഗ്രാമമായ വീരനഗറിന്റെ പേരുമാറ്റാനുള്ള ശ്രമം അംഗീകരിക്കാൻ പറ്റാത്തതാണെന്നും പരമ്പരാഗത ഗ്രാമനാമമായ വീരനഗർ എന്ന പേര് തുടർന്നുമുണ്ടാകാനുള്ള നടപടികൾ ഭരണാധികാരികൾ ശ്രദ്ധിക്കണമെന്നും എടനീർ മഠാധിപതി സച്ചിദാനന്ദ ഭാരതി സ്വാമികൾ അഭിപ്രായപ്പെട്ടു. ഹിന്ദു ഐക്യവേദി കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഹിന്ദു ജനജാഗ്രതാ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹിന്ദു സമൂഹം ഒരിക്കലും ആരെയും ആക്രമിച്ച ചരിത്രമില്ല. എല്ലാവരെയും ആശ്ലേഷിക്കുന്ന സമൂഹമാണ് ഹിന്ദുവിൻ്റേത്. ഹിന്ദു സഹനത്തിന്റെ മാതൃകയാണ് എന്നും സ്വീകരിക്കുന്നത്. ഭരണകൂടം പലപ്പോഴും ഹൈന്ദവ വിരുദ്ധ നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇതിനുള്ള ഉദാഹരണമാണ് ശബരിമല തന്ത്രിയുടെ അറസ്റ്റ്. തന്ത്രിയെ അറസ്റ്റ് ചെയ്ത തീരുമാനം തെറ്റാണ്. ഹിന്ദു സമൂഹം അധിക അവകാശങ്ങളൊന്നും ചോദിക്കുന്നില്ല. ഭരണഘടന നൽകുന്ന എല്ലാ അവകാശങ്ങളും ഹിന്ദുക്കൾക്കും ലഭ്യമാകണം. അത്തരമൊരു അവകാശമാണ് പരമ്പരാഗതമായി നിലനിൽക്കുന്ന തന്റെ ഗ്രാമപൈതൃക നാമമായ വീരനഗർ വേണമെന്ന ആവശ്യം. പൈതൃക സംരക്ഷണം പൗരന്റെ അവകാശവും കടമയുമാണെന്നും സച്ചിദാനന്ദ ഭാരതി അഭിപ്രായപ്പെട്ടു. ಸಮಾಜ ಬಹಳಷ್ಟು ಸವಾಲನ್ನು ಎದುರಿಸ್ತಾ ಇದೆ. ರಾಜಕೀಯ ಕಾರಣಗಳಿಗಾಗಿ ಯಾವುದೋ ಒಂದು ಮತೀಯರನ್ನು ಓಲೈಸುವ ದೃಷ್ಟಿಯಿಂದ ಇವತ್ತು ಅಧಿಕಾರವನ್ನು ಹಿಡಿದವರು ನಮ್ಮನ್ನು ಆಳುವಂತಹ ಜನಗಳು ಹಿಂದೂ ಸಮಾಜವನ್ನು ಕಡೆಗಣಿಸ್ತಾ ಇದ್ದಾರೆ. ನಾವೇನು ಹಿಂದೂ ಸಮಾಜಕ್ಕೆ ಪ್ರತ್ಯೇಕವಾದಂತಹ ಅಥವಾ ವಿಶೇಷವಾದಂತಹ ಸವಲತ್ತುಗಳನ್ನು ನೀಡಿ ಅನ್ನೋದಾಗಿ ನಾವು ಕೇಳ್ತಾ ಇಲ್ಲ. ಅವೆಲ್ಲ ಭಾರತದ ಪ್ರಜೆಗಳು, ನಮಗೆ ಸಮಾನವಾದಂತಹ ಹಕ್ಕುಗಳಿವೆ. ಆ ಸಮಾನವಾದಂತಹ ಹಕ್ಕುಗಳೊಂದಿಗೆ ಬದುಕಲಿಕ್ಕೆ ನಮ್ಮನ್ನು ಬಿಡಿ ಅನ್ನೋದಾಗಿ ನಾವು ಈಗ ಆಗ್ರಹಿಸ್ತಾ ಇದ್ದೇವೆ. ಹಿಂದೂ ಸಮಾಜವನ್ನು ನೀವು ರಾಜಕಾರಣದ ಕಣ್ಣಿನಲ್ಲಿ ನೀವು ನೋಡಿದರೆ ಖಂಡಿತವಾಗಿಯೂ ಮುಂದಿನ ದಿನಗಳಲ್ಲಿ ಹಿಂದೂ ಧರ್ಮ ರಾಜಕಾರಣವನ್ನು ಕೂಡ ಧರ್ಮದ ಕಣ್ಣಿನಲ್ಲಿ ನೋಡುವಂತಹ ಪರಿಸ್ಥಿತಿ ಒದಗಬಹುದು. ചടങ്ങിൽ ഹിന്ദു ഐക്യവേദി ജില്ലാ പ്രസിഡന്റ് SP ഷാജി അധ്യക്ഷനായി. ചിന്മയ മിഷൻ സംസ്ഥാന ചീഫ് വിവിക്താനന്ദ സരസ്വതി അനുഗ്രഹ ഭാഷണം നടത്തി. ഹിന്ദുക്കൾ വോട്ട് ബാങ്കായി മാറുന്ന കാലമാണിതെന്നും ഇത് ഉയർത്തെഴുന്നേൽക്കലിന്റെ കൂടി കാലമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി KP ഹരിദാസ് മുഖ്യ പ്രഭാഷണം നടത്തി. പൈതൃകമായി ലഭിച്ച ഗ്രാമത്തിന്റെ പേര് ഭരണകൂടത്തിന്റെ ഒത്താശയോടെ മാറ്റുകയാണ്. മഞ്ചേശ്വരത്തെ മംഗൽപാടി പഞ്ചായത്തിലെ വീരനഗർ ഗ്രാമത്തിന്റെ പേര് മാറ്റാനുള്ള ശ്രമം ദൂരവ്യാപക പ്രത്യാഘാതമുണ്ടാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കാസർഗോഡ് ജില്ലയിൽ അനധികൃത അറവുശാലകളാണ് പല പഞ്ചായത്തുകളിലുമുള്ളതെന്ന് വിവരാവകാശ നിയമത്തിലൂടെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഭരണാധികാരികൾ അവ എത്രയും പെട്ടെന്ന് അടച്ചുപൂട്ടേണ്ടതാണെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി KP ഹരിദാസ് അഭിപ്രായപ്പെട്ടു. നിങ്ങൾക്കെതിരെ തൊടുക്കുവാൻ അസ്ത്രം ഞങ്ങൾ തയ്യാറാക്കി വച്ചിരിക്കുകയാണ് എന്നാണ് നമ്മളെ നോക്കി ഒരു മഹാൻ വെല്ലുവിളിക്കുന്നത്. ചാനൽ ചർച്ചകളിലൊക്കെ വന്നിരുന്ന അടിക്കുന്ന വലിയ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ തലതൊട്ടപ്പനാണ് പോലും ഒരു വിവരമുണ്ടോ എന്ന് അറിയത്തില്ല. ഒരസ്ത്രം തൊടുത്താൽ 100,000, 100 അസ്ത്രം തൊടുത്താൽ 1000 1000 തൊടുത്താൽ 10,000 അസ്ത്രങ്ങൾ പായിച്ച പാരമ്പര്യമുള്ള ഒരു ജനതയുടെ മുൻപിൽ നമ്മുടെ പൂർവികന്മാർ കൃഷ്ണനെ പോലെ, അർജുനനെ പോലെ, രാമനെ പോലെ എത്രയോ മഹാത്മാക്കൾ അസ്ത്രം തൊടുത്ത നാട്ടിൽ നമ്മളോട് പറയുകയാണ് ഈ തുമ്പില്ലാത്ത മറ്റേ കുന്ത്രാണ്ടായിട്ട് നിങ്ങളെ ഞങ്ങൾ ഇവിടുന്ന് പായിക്കുമ്പോൾ. സ്വാമി പ്രേമാനന്ദ, ഗോവിന്ദൻ കൊട്ടോടി, സൂര്യനാരായണ ഭട്ട്, രാമകൃഷ്ണൻ വാഴുന്നോറടി, ഇന്ദുലേഖ കരിന്തളം, ഗോപാലകൃഷ്ണൻ തച്ചങ്ങാട് തുടങ്ങിയവർ സംസാരിച്ചു. ഹിന്ദു ഐക്യവേദി ജില്ലാ ജനറൽ സെക്രട്ടറി രാജൻ മുളിയാർ സ്വാഗതവും ഗിരി വീരനഗർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഉപ്പള.